നിന്നെ ഇനി ഞാൻ ഒരു കാശുകാരിക്കും വിട്ടു കൊടുക്കില്ല എന്റെ ആര്യൻകുട്ടാ. സത്യം എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, എല്ലാം സെറ്റാക്കാന്ന് മനസ്സിൽ കരുതുകയായിരുന്നു. ഓ എന്തൊക്കെ പറഞ്ഞാലും കോട്ടയം പോവാൻ MC റോഡ് തന്നെയാണ് ബെസ്റ്റ്. എന്നാലും എന്റെ ഇമ്പോർട്ടഡ് കാറുകള് കേരളത്തിലെ റോഡുകൾ ഓടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എന്നെങ്കിലും 3-4 കാറുകള് വെറുതെ ഗ്യാരേജിലിട്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞ മാസം തന്നെ 3 കോടിയോളം രൂപ വിലയുള്ള കാർ വാങ്ങിച്ചപ്പോ ഏതാണ്ട് 49 ലക്ഷം രൂപയാ ഞാൻ ടാക്സ് അടച്ചത്. അതുപോലെ കോർപ്പറേഷൻ നിഷ്കർഷിക്കുന്ന നികുതി നൽകിയാണ് നമ്മളൊക്കെ വലിയ വീട് വയ്ക്കുന്നതും താമസിക്കുന്നതും. ഈ നികുതികളെല്ലാം അടയ്ക്കുന്ന നമുക്ക് നല്ല റോഡ് സൗകര്യം നൽകുക എന്നത് ബന്ധപ്പെട്ട അധികാരികളുടെ കടമയല്ലേ? ഒരു ചായ കുടിക്കണം അനിയാ. വല്ല ചായക്കടയിലോ തട്ടുകടയിലോ നിർത്ത്. അല്ല, ഏതെങ്കിലും നല്ല ഹോട്ടലിൽ തന്നെ നിർത്താം. അല്ല, സ്ത്രീകളൊക്കെ കൂടെ ഉള്ളതല്ലേ. പിന്നെ നമ്മള് ടോയ്ലറ്റ് സൗകര്യം കൂടി നോക്കണമല്ലോ. താൻ സ്ത്രീകളെ അങ്ങനെ മൊത്തത്തിൽ കെയർ ചെയ്യണ്ട. റോഡ് സൈഡിലുള്ള ഏതെങ്കിലും ചായക്കടയിൽ നിർത്തിയാൽ മതി. എവിടെന്ന് കിട്ടിയോ എന്തോ. എന്താ താനെന്താ പെറുവർക്കുന്നേ? അപ്പുറത്തൊരു ചായക്കട ഉണ്ടെന്ന് പറയായിരുന്നു. എല്ലാരും ഇറങ്ങിക്കോ, നല്ല നാടൻ ചായ കുടിക്കാം. ഒരു ചായ കുടിച്ച കൊള്ളാന്നുണ്ട്. പക്ഷേ റോഡിലൊക്കെ നിന്ന് ചായ കുടിച്ച തീരെ ശീലമില്ല. വിഷമിക്കണ്ട, ആന്റിക്കുള്ള ചായ ഞാൻ കാറിലേക്ക് എത്തിക്കാം. എങ്കിലും എനിക്കുള്ളതും കൂടി വാങ്ങിച്ചോ. അധികം കടുപ്പം വേണ്ട. അങ്ങനെ ആവട്ടെ തമ്പ്രാട്ടി. ഓ, കടുപ്പം കുറഞ്ഞ ചായ പൂച്ചു. അഹങ്കാരി. ആ എടോ, 4 ചായ, 2 സ്ട്രോങ്, അതിലൊന്ന് മധുരം കൂട്ടി. അങ്ങനെ വിത്തോട് ആർക്കും വേണ്ടല്ലോ. ആർക്കും വേണ്ട. ശരി ശരി. പിന്നെ എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷങ്ങള്? ഓ, എന്ത് വിശേഷം? അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു. കച്ചവടമൊക്കെ ഉഷാറല്ലേ? കുഴപ്പമില്ല. എത്രയും വേഗം ആ ചെറുപ്പക്കാരന്റെ ഡീറ്റെയിൽസ് മുഴുവൻ എനിക്ക് കിട്ടണം. ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം എനിക്ക് തന്ന പിടിവള്ളി ആയിരിക്കും അത്. बेटी रुको बेटी, इधन बेटे पावाണ്, അവനെ ഒന്നും ചെയ്യല്ലേ. अरे बेटी बेटी रुकिए बेटी. മിഥുനേട്ടാ, बेटी കല്യാണം കഴിഞ്ഞപ്പോ മുതൽ നിങ്ങൾ കീർത്തിയെ കെട്ടിപ്പിടിച്ചാ നടക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം, ഞാൻ അതിൽ ഇടപെടുന്നില്ല. പക്ഷെ ഈ ആന്റി എന്റെ പിന്നാലെ നടന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതേ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന്. മമ്മി പറഞ്ഞതാ സത്യം. അങ്കിളെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ അവളോട് സ്നേഹം അഭിനയിക്കുന്നതാ. പണ്ട് മുതലേ രാഷ്ട്രീയം കളിക്കുന്നതുകൊണ്ട് അഭിനയത്തിൽ ഞാനൊരു പുലിയാ. പക്ഷേ കാണുന്നവർക്ക് അത് ഒറിജിനലാണെന്ന് തോന്നും. അതാണ് നാച്ചുറൽ ആക്ടിങ്. നിങ്ങളുടെ ആക്ടിങ്ങിനെ കുറിച്ച് പൊളിറ്റിക്സിലെ നിങ്ങളുടെ ഊള ഫാൻസിനേക്കാൾ നന്നായി അറിയാവുന്നത് എനിക്കാ. നിങ്ങൾ ഏറ്റവും കൂടുതൽ നാടകം കളിച്ചത് എന്റെ മുന്നിലാ. ചുറ്റുമുള്ള പെൺകുട്ടികളൊക്കെ നിങ്ങളുടെ ആരാധികമാരാണെന്ന് മുമ്പ് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിശ്വസിച്ച് ഞാൻ വെറും ഒരു ഫൂളായിപ്പോയി. നിങ്ങൾ ചതിയനാണെന്ന് ഏട്ടൻ പലതവണ പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല. അതുകൊണ്ട്
ഇനി മമ്മിയും മോനും കൂടി എന്നെ ചതിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെയും. മിഥുനേട്ടനെ ന്യായീകരിച്ചോണ്ട് ആന്റി ഇനി എന്റെ പിന്നാലെ വരരുത്. ഇത് ആന്റിക്കുള്ള ലാസ്റ്റ് വാർണിംഗാ. എടാ എല്ലാം തകർത്ത നീ ഒറ്റ ഒരുത്തനാ. പെണ്ണിന്റെ മണം അടിച്ച മയങ്ങുന്ന നിന്റെ സ്വഭാവം കാരണം ആ ദരിദ്രവാസി ലടിക്ക് നിന്റെ റൂമിൽ നിന്ന് മാറ്റിയത്. എന്നിട്ടൊരു അവസരം കിട്ടിയപ്പോ നീ അവളെ കെട്ടിപ്പിടിച്ചു. അതോടെ ചൈത്ര ബേട്ടി ഹിംസകായി. എന്റെ മമ്മി, മുജേ അങ്കിളിന്റെ മുന്നിൽ അവളോട് സ്നേഹം കാണിച്ചാലേ എനിക്കൊരു പൊളിറ്റിക്കൽ ലൈഫ് ഉണ്ടാവൂ. പക്ഷെ ചൈത്രയുടെ മുന്നിൽ വെച്ച് കീർത്തിയോട് പ്യാർ കാണിച്ചാലേ നിന്റെ ഇപ്പോഴത്തെ ലൈഫ് കഥം. എടാ ഇത്രയും കാലവലാതിലടിക്ക് ഒഴിവാക്കണം. അതിന് നമ്മളിപ്പോ എന്ത് ചെയ്യും? നാട്ടില് കീർത്തിക്കൊരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അവിടുത്തെ പാർട്ടിക്കാര് വഴിയാ ഞാനത് അറിഞ്ഞത്. എങ്കിൽ ഈ ഗർഭ അവന്റെ ഗർഭാക്കി മാറ്റണം. കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാം അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം മമ്മി. ആ, പക്ഷേ ഇനി ആ ലജ്ജയെ കെട്ടിപ്പിടിച്ച് നീ വലിയ കൃതിക്രോഷൻ ആവണ്ട. മമ്മിയുടെ ഇഷ്ടം പോലെ.